തിരികെ വാർത്തകളിലേക്ക്. കെ പി, ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം ഹരിപ്പാടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് 2 പരിപാടികളാണ്. ഒന്ന് രാവിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന കാര്യാലയമായിട്ടുള്ള മാരാർജി ഭവനിൽ കെ പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ സ്ഥാപന ദിനവുമായി ബന്ധപ്പെട്ടുള്ള പതാക ഉയർത്തലിന് അമിത്ഷാ തന്നെ നേരിട്ടെത്തുകയാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതും മാരാർജി ഭവന്റെ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഹരിപ്പാട്ടേക്ക് പോവുകയാണ്. നമുക്കറിയാം, രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഈ തവണ BJP ഒരു തീപ്പൊരി നേതാവിനെ കൊണ്ടിട്ട് സന്ദീപ് വാചസ്പതിയാണ്. ഒരുപക്ഷെ ഈ സന്ദീപ് വാചസ്പതി എത്തിയതോടുകൂടി ഹരിപ്പാട് ചിത്രം തന്നെ മാറിയതാണ്. കാരണം ഹരിപ്പാടിന് കേൾക്കുമ്പോൾ ചെന്നിത്തലയുടെ വിജയം സുനിശ്ചിതമാകുന്ന ഒരു മണ്ഡലം എന്ന രീതിയിലാണ് കാലങ്ങളായി ഇത് പോകുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. അതിശക്തമായ സ്ഥാനാർത്ഥിയുണ്ട് ഇവിടെ. അതിശക്തമായ സ്ഥാനാർത്ഥിയുടെ പ്രചാരണം കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളടക്കം കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട്, ഒപ്പം ഇടത്തിന്റെയും വലത്തിന്റെയും പൊള്ളത്തരങ്ങൾ കൃത്യമായി, അദ്ദേഹം ഒരു വാഗ്മി കൂടിയാണ്, ചാനൽ ചർച്ചകളിലെ മുഖം തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളിലൂടെ ജനം സത്യം വാസ്തവം എന്താണെന്ന് തിരിച്ചറിയുകയാണ് അല്ലേ? അതെ, അത് തന്നെയാണ്. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം സ്വന്തം മണ്ഡലത്തിൽ കൂടുതൽ സമയം കേന്ദ്രീകരിക്കുകയാണ് ഭയന്നുകൊണ്ട്. കാരണം സന്ദീപ് വാചസ്പതി അവിടെ ഒരു വലിയ മുന്നേറ്റം ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും അമിത്ഷാ ഇന്ന് ആ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. സുധീഷ് ഗോപാൽ അവിടെ തയ്യാറാണ്. സുധീഷ്, ഈ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ സന്ദീപ് വാചസ്പതിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും തീവാർന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഹരിപ്പാട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടേക്കാണ് ഇന്ന് ഭാരതത്തിൻ്റെ ആദരണീയനായ ആഭ്യന്തരമന്ത്രി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചാണക്യൻ എന്ന് ആധുനിക ഭാരതം വിശേഷിപ്പിക്കുന്ന അമിത്ഷാ എത്തുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ ആവേശമാണ് ഹരിപ്പാടും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെയും BJP NDA ക്യാമ്പിന് ഇന്നത്തെ അമിത്ഷായുടെ സാന്നിധ്യം നൽകുന്നത്? ഗൗതം, 2 കാര്യമാണ്. ഒന്ന്, ഹരിപ്പാട് NDA സ്ഥാനാർത്ഥിയായി സന്ദീപ് വാചസ്പതി എത്തിയപ്പോൾ തന്നെ ഹരിപ്പാട്ട് NDA പ്രവർത്തകരും BJP പ്രവർത്തകരും എല്ലാം തന്നെ വലിയ ആഹ്ലാദത്തിലായിരുന്നു. കാരണം ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ഹരിപ്പാടിന് കിട്ടി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഹരിപ്പാട്ടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആവേശം ഇവിടുത്തെ ഓരോ പ്രവർത്തകരിലും കാണാം. അതിലുപരി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, മറ്റ് BJPയുടെ സജീവ പ്രവർത്തകരല്ലാത്തവർ പോലും ഫോണിൽ വിളിച്ചും മറ്റും അന്വേഷിക്കുകയാണ് എപ്പോഴാണ് അമിത്ഷാ എത്തുന്നത്, ഒന്ന് കാണാൻ, എപ്പോൾ വന്നാൽ കാണാൻ സാധിക്കും എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചലനമാണ് ഹരിപ്പാട്ട് അമിത്ഷാ എത്തുന്നു എന്ന ആ വാർത്ത അറിയുമ്പോൾ തന്നെ ഓരോരുത്തരിലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം, ഇപ്പോൾ തന്നെ പ്രചരണത്തിൽ NDA സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതി വളരെ മുന്നിലാണ്. അതിന് കൂടുതൽ ആക്കം നൽകുന്നതാണ് ഈ അമിത്ഷായുടെ വരവ് എന്നതിൽ സംശയമില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12:15 കൂടിയാണ് അമിത്ഷാ ഹരിപ്പാട്ട് എത്തുന്നത്. ചേപ്പാട് ഹെലികോപ്റ്റർ ഇറങ്ങി അവിടെ നിന്നും റോഡ് മാർഗം ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്ക് മുന്നിലുള്ള ഗാന്ധി സ്ക്വയറിലെത്തും. അവിടെ നിന്നുമാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. അവിടെ നിന്നും ഉൾ റോഡ് വഴി, അതായത് ഇടുക്കിയകത്ത് ജംഗ്ഷൻ, കച്ചേരി ജംഗ്ഷൻ വഴി ഹരിപ്പാട് നഗരത്തിൻ്റെ ഏറ്റവും പ്രധാന വീതികളിലൂടെ സഞ്ചരിച്ചാണ് ടൗൺ ഹാളിന് സമീപത്തുള്ള NDAയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം ഹരിപ്പാട്ട് ചെലവഴിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനുശേഷമാവും അമിത്ഷാ പോവുക. അത് ഇതിനോടകം തന്നെ ഈ രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ റോഡ് ഷോ കടന്നു വരുന്ന വീതികളുടെ ഇരുവശങ്ങളിലുമായി ജനങ്ങളെ കൊണ്ട് നിറയും എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ 2 ഭാഗവും ബാരിക്കേഡ് കെട്ടി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇതിൻ്റെ ട്രയൽ റൺ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രവർത്തകരെല്ലാം തന്നെ ആവേശത്തോടെ അമിത്ഷായെ കാണുന്നതിനായി ഹരിപ്പാട്ടേക്ക് എത്താൻ തയ്യാറാകുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ആലപ്പുഴ ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾക്ക് ഇത് നൽകുന്ന ഒരു ഊർജം അത് ചില്ലറയല്ല. ചെങ്ങന്നൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ വലിയ രീതിയിലുള്ള മത്സരമാണ് NDA കാഴ്ചവെക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരങ്ങൾ ഉള്ള മണ്ഡലങ്ങളുണ്ട്. അവിടെ എല്ലാം തന്നെ NDA മുന്നിലേക്ക് എത്തിക്കുന്നതിന് അമിത്ഷായുടെ ഈ വരവ് ഏറെ പ്രയോജനകരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഓരോ പ്രവർത്തകരെയും കൂടുതൽ ആവേശത്തോടെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം കൊയ്യുന്നതിലേക്കുള്ള പ്രവർത്തികളിൽ, NDAയുടെ വിജയം ഉറപ്പിക്കാനുള്ള പ്രവർത്തികളിൽ വലിയ ഒരു ഊർജ്ജമാകും എന്ന കാര്യത്തിലും സംശയമില്ല. ഗൗതം, ഓക്കെ.
ഓക്കെ. സുധീഷ്, എന്തായാലും KP വലിയ ആവേശം ആലപ്പുഴയിലും ഹരിപ്പാടുമുണ്ട്. സന്ദീപ് വാചസ്പതിക്ക് പിന്തുണ അറിയിച്ച് അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കാനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുകയാണ് അതെ, ഹരിപ്പാടിൽ. ഇവിടെ സുധീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ BJP നേതാക്കൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ എത്തുമ്പോൾ ആ പ്രതീക്ഷകൾ കൂടുതൽ സജീവമാവുകയാണ്. അതിലുപരിയായിട്ട് ഓരോ പ്രവർത്തകനും ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് അല്ലേ? കാരണം അത്രത്തോളം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷവും ആഹ്ലാദവുമാണ് ഓരോരുത്തരെയും മുഖങ്ങളിൽ കാണുന്നത്. സുരേഷ് പറഞ്ഞതുപോലെ തന്നെ ഉച്ചയോടെയാണ് പരിപാടി നടക്കുന്നതെങ്കിലും ഏകദേശം 9:30-10 മണിയോടുകൂടി തന്നെ ആൾക്കാർ ഇങ്ങനെ വന്ന് ഈ റോഡിന്റെ ഇരുഭാഗങ്ങളിലും, കാരണം നേതാക്കളെ അടുത്ത് കാണണം, അങ്ങനെ ഒരു ആഗ്രഹമാണ്, സന്തോഷമാണ് എല്ലാവർക്കും. ഇന്നലെ കാട്ടാക്കടയിൽ സംസാരിക്കുമ്പോൾ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് 2016 ആദ്യത്തെ താമര വിരിഞ്ഞു, 2024 ആകുമ്പോൾ ആദ്യത്തെ MP ഉണ്ടായി, ഇത് 2026 2026 ആദ്യത്തെ NDA മുഖ്യമന്ത്രിയുടെ സമയമായി. ആ സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കാത്തിരിക്കാനുള്ള ടൈമില്ല. അതുകൊണ്ട് NDA മുഖ്യമന്ത്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പാണെന്ന പ്രഖ്യാപനം കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിന്റെ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും NDAയുടെ കാട്ടാക്കടയിലെ സ്ഥാനാർത്ഥിയുമാണ്. അദ്ദേഹത്തിന്റെ പ്രചരണത്തിലാണ് ഇന്നലെ രാത്രിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ആലപ്പുഴയിലെ ഹരിപ്പാട്ടേക്ക് അദ്ദേഹം പോകുന്നത്.